ഇത് MG വിൻസർ പ്രോ, അതായത് വാഹന വിപണിയിലുള്ള വിൻസറിൻ്റെ പ്രോ എഡിഷനാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ പ്രോ ആക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാഹന വിപണിയിലേക്ക് വന്നപ്പം വളരെ പെട്ടെന്ന് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വിൻസർ. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടും, ഒരു 16 ലക്ഷം രൂപക്കൊക്കെ ഇത് കിട്ടും. വിത്ത് ബാസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഫീച്ചർ വെച്ച്, അതായത് ബാറ്ററി റെൻ്റ് എടുക്കുന്ന സിസ്റ്റം ആണെങ്കിൽ ഒരു 13 ലക്ഷം രൂപക്കൊക്കെ ഇത് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടായിരുന്നു. ശരിക്കും ഒരുപാട് ആൾക്കാർ പറഞ്ഞ പഴയകാല നമ്മളെ അംബാസഡറൊക്കെ ഉണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സോഫ സീറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും ഒരു കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാം. ആ ഒരു ബെഞ്ച് സീറ്റിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ്, മൂവ് അറൗണ്ട് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഫാമിലിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. സോ MGക്ക് ഒരുപാട് ബുക്കിങ്ങുകൾ കിട്ടി, ഒരുപാട് ആളുകൾ ഇത് വാങ്ങി. ഇപ്പോൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ MG തീരുമാനിച്ചു ഇതിൻ്റെ ഒരു പ്രോ വേർഷനെ ഇറക്കി കളയാമെന്നുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ മൊബൈലൊക്കെ പോലെ ഐഫോൺ പ്രോ എന്ന് പറഞ്ഞ മാതിരി കുറച്ചുകൂടി അധികം ഫീച്ചേഴ്സ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ, അതാണ് MG വിൻസർ പ്രോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആ 5 മാറ്റങ്ങളെയാണ് നമ്മൾ വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ചേഞ്ച് കോസ്മെറ്റിക് ആണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ലാമ്പ് പൊസിഷനും സൈഡ് പ്രൊഫൈലും ഒക്കെ തന്നെയും സെയിം ആണ്. ലെങ്ത്തും വിഡ്ത്തും ഒന്നും ചേഞ്ച് ഇല്ല. കോസ്മെറ്റിക്കലി ചേഞ്ച് വന്നിട്ടുള്ള പുതിയ 3 കളറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ കളർ, ഇതിനെ ശരിക്കും ഇവർ പറയുന്നത് സെലഡൻ ബ്ലൂ എന്നാണ്. രണ്ടാമത്തത് അറോറ സിൽവർ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലേസ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളർ വന്നിട്ടുണ്ട്. അങ്ങനെ 3 കളറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോസ്മെറ്റിക്സിലെ ഒന്ന്. കോസ്മെറ്റിക്സിൽ വന്ന മറ്റൊരു ചേഞ്ച് വീലിൻ്റെ കാര്യത്തിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന വീൽ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മൾ MG ഹെക്ടറിലെല്ലാം കണ്ട പോലത്തുള്ള ഒരു വീലാണ് വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യം, സാധാരണഗതിയിൽ EVനകത്ത് ഒരു എയ്റോ വീലുകളാണ് കൊടുക്കാറുള്ളത്, കുറച്ചുകൂടി ക്ലോസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വീലാണ്. പക്ഷേ ഇതിനകത്ത് സാധാരണ ഐസ് എഞ്ചിനുകളിൽ വന്നിട്ടുള്ള തരത്തിലുള്ള വീലുകളാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. കുറേ ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഇതിനകത്തൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐസ് എഞ്ചിൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. അതായത് ഐസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ്. അതായത് EV അല്ലാത്ത മറ്റ് എഞ്ചിനുകളെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കുക. ഉദാഹരണത്തിന് പെട്രോൾ, ഡീസൽ, അതുപോലെ ഗ്യാസ് അല്ലെങ്കിൽ CNG അങ്ങനെയൊക്കെ ഓടുന്ന എഞ്ചിനുകളുണ്ടല്ലോ, അതിനൊക്കെയാണ് ഐസ് എഞ്ചിൻ എന്ന് കോമൺലി പറയുന്നത്. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്നുള്ളതാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വീല് കൊള്ളാം. കോസ്മെറ്റിക് ചേഞ്ചിൽ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട ചേഞ്ച് സീറ്റിൻ്റെ കളറാണ്. നേരത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഇതിൻ്റെ സീറ്റ് ബ്ലാക്ക് കളറായിരുന്നു. ഇപ്പോൾ അതൊരു ബീച്ച് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഐവറി കളർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് 2 കളർ ടോണിലാണ് ഇപ്പോഴത്തെ സീറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതാണ് കോസ്മെറ്റിക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച്. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫീല് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ചളിയാവുന്നുള്ള പ്രശ്നം വേറെ നിലനിൽക്കുന്നുണ്ട്. ലെഗ് റൂം, അതുപോലെ തന്നെ ആ ഒരു സീറ്റ് കംഫർട്ട്, ഈവൺ ഇത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ, യെസ്, ആ ഓപ്ഷൻ ഒക്കെ തന്നെയും ഇത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. റിയർ AC വെൻറ്റുകൾ കാണാം, സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, ആംബ്രസ്റ്റ് കാണാം, 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം, കോസ്മെറ്റിക്സ് ചേഞ്ചിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ് ബാറ്ററിയിൽ വന്നിട്ടുള്ള ചേഞ്ച്. നേരത്തെ ഉണ്ടായിരുന്നത് 38 kWh ഒരു ബാറ്ററി പാക്കായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് വന്ന സമയത്ത് അത് 52.9 kWh ഒരു ബാറ്ററി പാക്കാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും റേഞ്ച് മാറും. നേരത്തെ ഉണ്ടായിരുന്ന 332 കിലോമീറ്റർ ദൂരമായിരുന്നു RI സർട്ടിഫൈഡ്, അതിപ്പം 449 കിലോമീറ്റർ റേഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം വലിയ ബാറ്ററി പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാറ്ററി മാറിയെങ്കിലും മോട്ടോർ ഔട്ട് സെയിം ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. 134 ഹോഴ്സ് പവറും 200 Nm ടോർക്കും, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗം നോക്കിയാൽ ആ ഒരു ഉടൻ, അതുപോലെ തന്നെ ആ ഒരു ACൻ്റെ ആ ഒരു ഫ്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. കപ്പ് ഹോൾഡർ, അതുപോലെ ഡാഷ്ബോർഡൊക്കെ വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡ്, വേണമെങ്കിൽ ഇവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം, ഒരു ടേബിൾ പോലെയുണ്ട്, നൈസ്. അതുപോലെ ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പോലത്തെ ഒരു സാധനം, അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഒരു ഉടൻ ആ സാധനം, അതുപോലെ ഡോർ ഹാൻഡിൽ, പവർ വിൻഡോ കൺട്രോൾ ഒക്കെ തന്നെയും സെയിം തന്നെയാണ്. ഒക്കെ പ്ലാസ്റ്റിക്, അതിലൊന്നും മാറ്റമില്ല കേട്ടോ, ഒക്കെ സെയിമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തൊരു കാര്യമാണ് അപ്ഗ്രേഡഡ് സേഫ്റ്റി എന്നുള്ളൊരു കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനകത്ത് ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു പാറ്റേൺ നിലനിന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്തൊരു ADAS ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
എന്നാൽ പുതിയ വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത്, അതായത് പ്രോയിലേക്ക് വന്ന സമയത്ത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സെൻസർ, അതുപോലെ അവിടെ ക്യാമറ ആക്ടിവിറ്റി ഒക്കെ നമുക്കവിടെ കാണാം. അത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, എമർജൻസി ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇനി റിയറിലേക്ക് വരുന്ന സമയത്താണ് 4ാമത്തെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പറയുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ കണ്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയും സെയിം തന്നെയാണ്, എക്സെപ്റ്റ് അഡാസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജ് അത് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും MG വിൻസർ പ്രോക്കൊരു പ്രോ വേർഷൻ ഇറക്കണമെങ്കിൽ ഒരു ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. IRVM ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളുടെ ഒരു ക്യാമറ വിഷ്വൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലൊരു ക്യാമറ കൊടുക്കാവുന്ന ഏരിയയാണ്. നൈസ്. ഇതായാലും ആക്ച്വലി റിവേഴ്സ് ക്യാമറ ഈ ഒരു ഭാഗത്തുണ്ട്. ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയുന്നല്ലോ, നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇനി വന്നിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റ് ഉണ്ടോ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യും. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതായിരുന്നു. അത് മാറ്റിയിട്ട് ഇലക്ട്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നൈസ്. ഈ ബട്ടൺ ശരിക്കും ഏത്? എന്തായാലും വിൻസറല്ല. ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ടെയിൽ ഗേറ്റ്, അതാണ് 4ാമത്തെ അഡീഷൻ. 5ാമത്തൊരു കാര്യം ബാറ്ററി ഫംഗ്ഷനാലിറ്റിൻ്റെ കാര്യത്തിലാണ്. അതായത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഏരിയയിൽ വന്നിട്ട് നമുക്ക് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വെഹിക്കിൾ ഉപയോഗിച്ച് വേറെ വെഹിക്കിളിലേക്ക് ചാർജ് ചെയ്യാം, കാരണം വലിയ ബാറ്ററി പാക്കാണ്. അതേപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ്, നമ്മളുടെ ആക്സസറീസൊക്കെ, അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ല, ഉദാഹരണത്തിന് ഓവൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയും നമുക്ക് ഇതിൽ നിന്ന് പവർ എടുത്ത് അഡാപ്റ്ററുടെ സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വെഹിക്കിൾ ഫംഗ്ഷനാലിറ്റി കൂടി വന്നിട്ടുള്ളതാണ്. ഫാസ്റ്റ് ചാർജിങ് അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ തന്നെയും ഇതിനകത്തുണ്ട്. സോ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫസ്റ്റ് ഓണറിന് അൺലിമിറ്റഡ് ബാറ്ററി വാറണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വിൻസർ പ്രോ എന്ന് പറയുമ്പോൾ പ്രോ ആയിട്ടുള്ള 5 കാര്യങ്ങൾ, 5 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇനി പറയാനുള്ളത് പ്രൈസിനെ കുറിച്ചാണ്. പക്ഷേ അതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മളെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതിങ്ങനെ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അതിനകത്ത് ചാർജസും അതുപോലെ തന്നെ സ്പീഡോമീറ്റർ, RPM മീറ്റർ, എത്ര പവർ ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. മറ്റൊന്ന് ഒരു ഫുൾ കൺട്രോൾ യൂണിറ്റാണ്. ആക്ച്വലി ഇതിനകത്താണ് എല്ലാ കൺട്രോളുകളുള്ളത്. AC-ൻ്റെ ആണെങ്കിലും ഇതൊക്കെ തന്നെയും കൺട്രോൾ ഇതിനകത്ത് വരുന്നത്. ഈവൻ അഡാസിൻ്റെ അകത്തും ഇതിനാണ് വരുന്നത്. സൺഷെയ്ഡ്സ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റികളും ഇതിനകത്ത് തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. താഴെ നമുക്കൊരു ഫിസിക്കൽ സ്വിച്ചസ് ഉണ്ട്. AC-ൻ്റെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. ഫ്ലവർ ഷേപ്പ്ഡ് ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാം. വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ടുള്ളൊരു സെൻട്രൽ കൺസോൾ യൂണിറ്റാണ്. ഈ ഒരു ഭാഗത്തുണ്ടോ ഒരു സ്പേസ് ഒക്കെ നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ട്രേ ഓപ്പൺ ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി പ്രൈസിനെ കുറിച്ച് പറയാം. 16 ലക്ഷം രൂപയാണ് ഈ ടോപ്പ് സ്പെക്കിന് നേരത്തെ ഉണ്ടായിരുന്ന വിൻസറിന് ഉള്ള പ്രൈസ്, അതായത് ഷോറൂം പ്രൈസ്. അത് 12,29,000 രൂപയോളമാണ് ബാസിൽ വരുന്നത്. ബാസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ അടച്ചു തീർത്തിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇപ്പം പ്രോയിലേക്ക് വരുന്ന സമയത്ത് പ്രോ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 17,49,000 രൂപയാണ്. എക്സ്ഷോറൂം പ്രൈസാണ്. അതായത് 1,49,000 രൂപ. ശരിക്കും പറഞ്ഞാൽ റൗണ്ടാക്കിയ 1.5 ലക്ഷം രൂപയാണ് ഇതിന് അധികം പ്രൈസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് മിക്കവാറും ഒരു 19 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടും. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, ഇത്രയും സൗകര്യം, 52.9 kWh ഒരു ബാറ്ററി പാക്ക്, 449 കിലോമീറ്റർ റേഞ്ച് ഒക്കെ 19 ലക്ഷത്തിന് വെർത്തല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇനി ഞാനിതൊന്ന് ഡ്രൈവ് ചെയ്യാം. അതിൻ്റെ മുന്നൊരു കാര്യം കൂടി പറയാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കീറി മുറിച്ചുള്ള പരിശോധന, ബാസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ എന്താണ് വന്നത് അത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വണ്ടിനെ അറിയണം എന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിനകത്ത് ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഗുഹയിലേക്ക് എത്തിയില്ലേ, ആക്ച്വലി അണ്ടർ പാസ്. ഓക്കെ, അപ്പം ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇനി ഈ വണ്ടിനെ കുറിച്ച് നമുക്ക് ഡ്രൈവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരാനില്ല. ലോങ് റേഞ്ച് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. വണ്ടി എടുക്കുന്ന സമയത്ത് 90% ആയിരുന്നു അത് ചാർജ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 380-400 അടുത്ത് എത്രയാണ് റേഞ്ച് കാണിച്ചിരുന്നത്. ഇപ്പോഴും 77% 328 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏറെക്കുറെ നമ്മൾ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് എന്നുള്ളത് കൂടി ഓർമ്മയിൽ വേണം. ഓക്കെ, ഓടിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു കാര്യം NVH-ൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഈ വണ്ടി നല്ല രസമുണ്ട്. കാരണം ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡഡ് അല്ലേ, സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഒരു NVH ലെവലും കൂടി നല്ല ഐസൊലേറ്റഡ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അഡാസ് അത്യാവശ്യം സെൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്.
വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എപ്പോഴും ഇതിൻ്റെ കൺട്രോൾ ഇതിലാണ് എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗാഡ്ഗറ്റ്സ് പോലെയാണ്. അതാണ് ഞാൻ ഐഫോൺ പ്രോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കണക്ട് ചെയ്തത്. അതായത് നമ്മൾ ചാർജ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്നുള്ള വൈബാണ്. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാട്ടോ. സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ പറയുന്നത് ഒരു അംബാസഡർ സീറ്റ് ലെവലാണ്. അത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തും അതിൻ്റെ കുഷ്യനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതിലിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഫീൽ ഗുഡൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അഡാസൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു ആകൂടവും നമുക്ക് അഡാസിൻ്റെ സെൻസിങ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഏരിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇലക്ട്രിക്കിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെയാണ്, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. സസ്പെൻഷൻ ഓക്കെയാണ്, ചെറിയൊരു സ്റ്റിഫ്നെസ് ഉണ്ട്. ഒന്നുകൂടി സ്മൂത്ത് ആയിരുന്നെങ്കിൽ നേരത്തെ NVH കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ലെവൽ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ നൈസാണ്, ഭയങ്കര കൂളാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഹാർഷൊന്നുമല്ല, ഒരു കൂൾ വൈബാണ്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ അവലോകനം ഡ്രൈവിൻ്റെ കേസിൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടും ഒരു റിപ്പീറ്റേഷൻ ആവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഷോർട്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ സ്പേസും അതിൻ്റെ ലുക്ക്, പിന്നെ പ്രൈസ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഈ ഒരു പ്രൈസിൽ ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വണ്ടി മറ്റ് ബ്രാൻഡുകളുടെ ഇനീഷ്യലൊക്കെ 14-15 ലക്ഷം രൂപയിലായിരുന്നു EV തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ഫീച്ചർ കൂടുന്നു, പ്രൈസ് കുറയുന്നു എന്നുള്ള വൈബിലേക്ക് പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ചാർജിങ് സ്റ്റേഷൻസും അത്യാവശ്യം നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പല ബ്രാൻഡുകളും വന്നിട്ടുണ്ട്. അപ്പം അതും ഒരു ഗുഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഏറ്റവും പുതിയ വിൻസർ പ്രോ. ആക്ച്വലി ഇതിൻ്റെ ഡ്രൈവ് കുറേ മുമ്പ് നടക്കേണ്ടിയായിരുന്നു. ചില വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ വരികയും നമുക്ക് ട്രാവൽ ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്ന് തോന്നുകയും ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രൈവ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഡൽഹിയിൽ വന്നത് ഡ്രൈവ് ചെയ്യണം. അന്ന് എനിക്ക് തോന്നുന്നു സിക്കിം ആ ഭാഗത്ത് വിടുമായിരുന്നു ഈവൻറ്റ് എന്നാണ് എനിക്ക്. സിക്കിമല്ല, ഗുവാഹത്തി. അതെ, ഗുവാഹത്തി അല്ലേ? വേണ്ട, എനിക്ക് തോന്നുന്ന ഒരു ബോർഡർ സമാനമായ ഒരു ഏരിയയിലായിരുന്നു അന്ന് ഡ്രൈവ് ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. സ്ഥലം എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ഡ്രൈവ് ഒഴിവാക്കിയത് കൊണ്ട് വീണ്ടും നമ്മളിപ്പം ഡ്രൈവ് ചെയ്തതാണെന്ന് ചുരുക്കം. എന്തായാലും ഇതാണ് വിൻസർ പ്രോ. വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചുകൾ, ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ടൈൽ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയും ബട്ടൺ ഉണ്ട്. അതുപോലെ സെൻട്രൽ കൺസോൾ വഴിയും നമുക്ക് ടൈൽ ഗേറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് MG വിൻസർ പ്രോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.